ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ വളരെ ഗൗരവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, അതിപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് തുടങ്ങിയതെങ്കിലും അത് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കുന്ന രീതിയിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അത് ഓണപ്പിക്കുകയും വളരെ കൃത്യമായി വിവിധ വകുപ്പുകളെ ബന്ധിപ്പിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അതിനകത്ത് വലിയ പങ്കുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന് വലിയ റോളുണ്ട്, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിന് റോളുണ്ട്, അതുപോലെ തന്നെ പിന്നെ ആഭ്യന്തര വകുപ്പ്, വിജിലൻസ് വകുപ്പ്, ഇങ്ങനെ പല വകുപ്പുകൾ, പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കുറേ പങ്കാളിത്തം എടുക്കാം, സാക്ഷരതാ മിഷന് കുറേ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ വ്യത്യസ്തമായ വളരെ കൃത്യമായ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഓപ്പറേഷൻ തൂഫാനെ ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റാക്കി മാറ്റും എന്നാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പ്രസ്റ്റീജ് പ്രോജക്റ്റ് ആവുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് കാലത്തിൻ്റെ ഒരു വളരെ വലിയ അനിവാര്യതയാണ്. കാരണം ഇതുപോലെ മദ്യത്തിനെതിരെയും മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞ് KPS ലളിതയും ഇന്നസെന്റിനെയും കൊണ്ടൊക്കെ പരസ്യം ചെയ്യിച്ചിട്ട് എത്ര ബാറുകളാണ്, എത്ര സംവിധാനങ്ങളാണ് പിന്നെ തുറന്നു കൊടുത്തത്. രാത്രി 10 മണി വരെ ഉള്ളത് 12 മണി വരെ ആക്കി. വലിയ രീതിയിലാണ് സംസ്ഥാനത്ത് മദ്യം ഒഴുകുന്നത്. അപ്പോൾ അതിനെതിരെയും, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള വലിയ ഒരു ക്യാമ്പയിൻ കേരളത്തിൽ ആവശ്യമുണ്ട്. ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ, പക്ഷെ എത്ര കുടുംബങ്ങളാണ്, ഭാര്യ ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, എത്ര പേരാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പേരിൽ അടിമപ്പെട്ടു പോയി കുടുംബങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നത്. വളരെ വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. അപ്പോൾ അതുകൊണ്ട് മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും ലഹരി വേട്ടയ്ക്കെതിരെയുമുള്ള വേട്ട അതീവ ഗുരുതരമായി നടപ്പിലാക്കുന്നു എന്നറിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്, വളരെ വളരെ ആനന്ദം നൽകുന്ന കാര്യമാണ്. എന്തായാലും വി.ഡി. സതീശൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി, ഒരു ഫിംഗർ ടിപ്പായി മാറാൻ പോകുന്ന പദ്ധതി ഓപ്പറേഷൻ തൂഫാനിനെ അങ്ങനെ മാറുന്നു എന്ന് കേൾക്കുന്നത് ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി അതിനകത്ത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ്റെ വിപുലീകരണം നടക്കുകയാണ്. അത് കേവലം കുറേ മയക്കുമരുന്ന് വേട്ട എന്നുള്ള ഒരു ചെറിയ കൺസെപ്റ്റിൽ നിന്ന് മാറി സമൂഹത്തെ ആകെ ഒരു വെൽനസ് സൊസൈറ്റി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും. ഇനി കേരളത്തിലേക്ക് മയക്കുമരുന്നുമായും ലഹരിയുമായും പോകാൻ കഴിയില്ല. ആ സൊസൈറ്റി മാറി. ഇപ്പോൾ ഭൂട്ടാനിലൊന്നും ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഭൂട്ടാനിലെ ആളുകൾ ഉപയോഗിക്കത്തില്ല എന്നുള്ളതാണ്. അതാണ് ഭൂട്ടാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അണ്ണാ ഹസാരയുടെ ഒരു ഗ്രാമമുണ്ട്, റാലഗാൻ സിദ്ധി എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമമാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ ഗ്രാമത്തിൽ നമ്മൾ ഏതെങ്കിലും കടയിൽ ചെന്നൊരു സിഗരറ്റ് ചോദിച്ചാൽ അപ്പം ഇല്ല എന്ന് പറയും. ഒന്നുകൂടെ ചോദിച്ചാൽ നമുക്ക് തല്ല് കിട്ടും. കാരണം ആ ഗ്രാമം അങ്ങനെയാണ് എക്വിപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരിടത്തും സിഗരറ്റ് വലിക്കാത്ത, മദ്യപിക്കാത്ത ഒരു ജനതയെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു സംവിധാനത്തിൽ ചെയ്തെടുത്തതാണ്. അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന മൂവ്മെൻ്റാണ്. അപ്പോൾ കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കും ഇതിനകത്ത് വലിയ പങ്കുണ്ട്. മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും ലഹരി വേട്ടയ്ക്ക് അനുകൂലമായി ലഹരിക്കെതിരെയുമൊക്കെ വളരെ വലിയ ഒരു പാറ്റേൺ, ഒരു പരിപാടി നടത്താനുള്ള സ്കോപ്പുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ രസകരമാണ് കാര്യങ്ങൾ. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതിൻ്റെ സ്കെയിലപ്പിലേക്ക് പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അത് ഒരു പദ്ധതി തുടങ്ങി, അതൊരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് തുടങ്ങി, അവസാനം ആരും അറിയാത്ത രീതിയിൽ ആ പദ്ധതി അങ്ങ് അവസാനിക്കുകയല്ല ചെയ്യുന്നത്. അത് സ്കെയിലപ്പ് ചെയ്ത് കയറുകയാണ്. അത് ക്യാബിനറ്റിൻ്റെ ഒരു പദ്ധതിയായി മാറുകയാണ്. കാരണം എല്ലാവരും ഓണം. പിന്നെ ഇപ്പോൾ പഞ്ചായത്ത് മന്ത്രി, അതുപോലെ ഞാൻ പറയാം എക്സൈസ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വനിതാക്ഷേമ മന്ത്രി, പരിസ്ഥിതി മന്ത്രി, ഇങ്ങനെ 6-7 വകുപ്പുകൾക്ക്, സാംസ്കാരിക വകുപ്പിന് ഇതിനകത്ത് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. സാംസ്കാരിക നായകന്മാരെയൊക്കെ രംഗത്തിറക്കാൻ പറ്റും. അങ്ങനെ ഒരു 6-7 വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള വളരെ വലിയ മിഷൻ ഇതിനകത്ത് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരള സമൂഹത്തെ വെൽനസ് സമൂഹമാക്കി മാറ്റുന്നതിൻ്റെ ഒരു തടസ്സം ലഹരി മരുന്നും മദ്യവും തന്നെയാണ്. അത് സന്തോഷവും ആനന്ദവും വരിക എന്ന് പറഞ്ഞാൽ മദ്യപിക്കലല്ല, ലഹരി പദാർത്ഥം ഉപയോഗിക്കലല്ല. അത് കൃത്യമായി മനസ്സിലാക്കി ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ അവരുടെ ഒരു പൊൻതൂവൽ, ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി സ്ത്രീകളുടെ ഇടയിൽ നിന്ന് വലിയ സപ്പോർട്ടായിരിക്കും ഈ പ്രോജക്റ്റിന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ദുഃഖമെല്ലാം അനുഭവിക്കുന്നത് ഭർത്താക്കന്മാർ തോന്നിവാസം കാണിച്ച് വെള്ളമടിച്ച് കുടുംബത്തിൽ നിന്ന് വന്ന് കലഹം ഉണ്ടാക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അതുപോലെ തന്നെ കുട്ടികളാണ്, പെൺകുട്ടികളാണ്. നല്ല മാന്യമായിട്ട് കഴിയുന്ന കുടുംബങ്ങളിലുള്ള ആരെങ്കിലും 1-2 പേര് ഈ വെള്ളത്തിൻ്റെ അടിമയായി പോയാൽ, മദ്യത്തിന് അടിമയായി പോയാൽ, ലഹരിക്ക് അടിമയായി പോയാൽ പിന്നെ ആ കുടുംബം തന്നെ അനാഥമാകും. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ നിലപാടെടുക്കുകയാണ് മുഖ്യമന്ത്രി. എന്തായാലും ഓപ്പറേഷൻ ഹണ്ട്, അതായത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോട്ടിക് ഹണ്ട്, അതിൻ്റെ വിപുലതയിലേക്ക് പോകുന്നു, എക്സ്റ്റൻഷനിലേക്ക് പോകുന്നു. അതൊരു വലിയ മെഗാ പ്രോജക്റ്റായി മാറുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ കൃത്യമായൊരു പദ്ധതിയായി മാറുന്നു. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്.